നേർവഴി. കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടി ആകാശവാണിയുടെ പ്രതിവാര പരിപാടി. ഇന്ന് നേർവഴിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് മികച്ച NSS വോളണ്ടിയറിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ 1ാം വർഷ BA പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിനി ഫാത്തിമ അൻഷി. പ്രിയ ശ്രോതാക്കളെ, നേർവഴിയിലേക്ക് വീണ്ടും സ്വാഗതം. നേർവഴിയിൽ നിന്ന് നമ്മളോടൊപ്പമുള്ളത് ഫാത്തിമ അൻഷിയാണ്. അൻഷി എന്നാണ് ഫാത്തിമ അൻഷി അറിയപ്പെടുന്നത്. തൻ്റെതായ വഴികളിലൂടെ മുന്നേറുന്ന കാഴ്ച പരിമിതിയുള്ള ഒരു കുട്ടിയാണ് അൻഷി. അൻഷി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ 1ാം വർഷ BA പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിനിയാണ്. അൻഷി, നേർവഴിയിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. അൻഷി ജന്മനാ തന്നെ കാഴ്ച പരിമിതിയുള്ള ഒരു കുട്ടിയായിരുന്നു? അതെ, യെസ്. ഞാൻ ജനിച്ച സമയത്ത് ലൈക്ക് വിത്തിൻ എ ഫ്യൂ ഡേയ്സ് എനിക്ക് തോന്നുന്നു ഐ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് എ കണ്ടീഷൻ കോൾഡ് മൈക്രോഫ്താൽമിയ. കണ്ണിലുള്ള കൃഷ്ണമണി പോലെയുള്ള ഓർഗൻസും പിന്നെ കുറച്ച് നെർവ്സിന്റെ ഭാഗം ഒന്ന് ഗ്രോ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. കോർണിയ വളരാത്തൊരു ഇഷ്യൂ ഉണ്ട്. ആൻഡ് സോ ബിക്കോസ് ഓഫ് ദാറ്റ് അതാണ് എന്റെ ബ്ലൈൻഡ്നെസിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നുണ്ട്. Now, as per the medical reports, I am 100% blind visually. കൂടുതലായി അൻഷി ശ്രദ്ധിക്കപ്പെടുന്നത് ആദ്യകാലങ്ങളിൽ അൻഷിയുടെ ഒരു മ്യൂസിക്കൽ ടാലന്റ് കൊണ്ടാണ്. അൻഷിയുടെ ഒരു സംഗീത പഠനം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിരുന്ന, എനിക്ക് കുറച്ചുകൂടി യൂഫോറിയ ജനറേറ്റ് ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു. മ്യൂസിക് എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമായിരുന്നു. ഐ യൂസ് ടു സിംഗ് അലോങ് വിത്ത് ഇറ്റ് ആസ് എ കിഡ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഐ വുഡ് ബി ഇൻ ട്യൂൺ. എനിക്കൊരു ടോയ് കീബോർഡ് ഉണ്ടായിരുന്നു. സോ അതും പ്ലേ ചെയ്യുന്നത് കേട്ട സമയത്ത് എൻ്റെ പാരൻസ് അവർക്ക് തോന്നി തിങ് ഈസ് ഡിഫറെന്റ് വിത്ത് ദിസ് കിഡ്. ഞാൻ ഒരു 5 years old ആയ സമയത്ത് എന്നെ കേരള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് മലപ്പുറത്ത് മങ്കട വള്ളിക്കാപ്പറ്റയിലുള്ള സ്കൂളിൽ എന്നെ എൻറോൾ ചെയ്തു. അപ്പോൾ അവിടെ എൻ്റെ മ്യൂസിക് ടീച്ചറായ നിസാർ തൊടുപുഴ, അദ്ദേഹം എൻ്റെ മ്യൂസിക് ടാലന്റ് ഐഡന്റിഫൈ ചെയ്തു. ആൻഡ് സോ ദാറ്റ് ആക്ച്വലി സ്റ്റാർട്ടഡ് മൈ ജേർണി ആസ് എ മ്യൂസിഷ്യൻ. മ്യൂസിക് പോലെ തന്നെ അൻഷിയുടെ മറ്റൊരു ഇഷ്ടമേഖലയാണ് വിവിധ ഭാഷകൾ, പലതരം ഭാഷകൾ. എത്ര ഭാഷകളാണ് അൻഷി ഇപ്പോൾ നിലവിൽ പഠിക്കുകയും കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്? അറൌണ്ട് 10 or 12 ലാംഗ്വേജസ് എനിക്കിപ്പോൾ സംസാരിക്കാൻ സാധിക്കും. എനിക്ക് പേർഷ്യൻ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. തുർക്കിഷും അറിയാം. പിന്നെ എനിക്ക് അത്യാവശ്യം കുർദിഷ് ഞാൻ പഠിച്ചുകൊണ്ട് വരുന്നുണ്ട്. റഷ്യൻ അറിയാം അത്യാവശ്യം. മസിഡോണിയനും അറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജിപ്സീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ റൊമാനി പീപ്പിൾ എന്നും അവരെ അറിയപ്പെടുത്തും. ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡിൽ, യൂറോപ്പ്, ഡിഫറെന്റ് പാർട്സ് ഓഫ് ഏഷ്യ ആൻഡ് നോർത്ത് ആഫ്രിക്ക, അവിടെ ആയിട്ട് ഇങ്ങനെ സ്കാറ്റേഡ് ആയി കിടക്കുന്ന ഒരു എത്നിക് ഗ്രൂപ്പാണ്. സോ അവരുടെ ലാംഗ്വേജ് ഞാനിപ്പോൾ സംസാരിക്കാൻ പഠിച്ചുകൊണ്ട് വരുന്നുണ്ട്. മലേഷ്യയിലെ ഭാഷയെ മലായ്, എത്യോപ്യയിലെ ഭാഷയെ അംഹാറിക്, പിന്നെ ഇപ്പോൾ ടാൻസാനിയ, ഉഗാണ്ട, അങ്ങനെയുള്ള കെന്യ, ഈ കൺട്രീസിൽ സംസാരിക്കുന്ന റുവാണ്ട, അവിടെയൊക്കെ സംസാരിക്കുന്ന സ്വാഹിലി ലാംഗ്വേജ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ട് വരുന്നുണ്ട്. കൊറിയൻ അത്യാവശ്യം അറിയാം. ജാപ്പനീസ് അത്യാവശ്യം പഠിച്ചുകൊണ്ട് വരുന്നുണ്ട്. ചൈനീസ് അത്യാവശ്യം അറിയാം. ഇപ്പം ഞാൻ ഫ്രഞ്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കുന്ന മറ്റ് വിദേശ ഭാഷകൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഫ്രഞ്ച്, ജർമ്മൻ, ഇതൊക്കെ ഫോർമലി പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ട്. താങ്കൾ ഈ പറഞ്ഞ ഭാഷകളൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായ ഭാഷകളാണ്. ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയോടുള്ള ഒരു എക്സ്പോഷർ കൊണ്ട് മാത്രം ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷകൾ. അൻഷി ഈ ലാംഗ്വേജസിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? മെയിൻലി ബിക്കോസ് ഓഫ് ദ മ്യൂസിക്. ഞാൻ ഡിഫറെന്റ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് അവരായിട്ട് കണക്റ്റഡ് ആണ്. ഈ ലാംഗ്വേജസ് സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ വാസ് ഏബിൾ ടു ഗെറ്റ് കണക്റ്റഡ് ടു ദം ആൻഡ് ദേ ആക്ച്വലി മെയ്ഡ് മീ എക്സ്പോസ്ഡ് ടു ദെയർ മ്യൂസിക്. Music actually gravitated, like directed me towards learning the language. എനിക്ക് ഈ desire to learn this language കുറച്ചുകൂടി ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഞാൻ ഈ ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്തു. അറ്റൻഷൻ കിട്ടാത്ത കുറച്ച് ലാംഗ്വേജസ് ഉണ്ടല്ലോ, അവർക്ക് കുറച്ചുകൂടി അറ്റൻഷൻ വേണം. ദ ബ്യൂട്ടി ഓഫ് ദ ലാംഗ്വേജ് ഹാസ് ടു ബി നോൺ. അത് കുറച്ചുകൂടി നമ്മൾ അക്നോളജ് ചെയ്യേണ്ടത് ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് റിയലൈസ് ദാറ്റ്. ആൻഡ് സോ ദാറ്റ്സ് വൺ ഓഫ് ദ റീസൺസ് വൈ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ദീസ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ്. നമുക്ക് വീണ്ടും അൻഷിയുടെ അക്കാഡമിക്സിലേക്ക് വരാം. ഇപ്പം അക്കാഡമിക്സിൽ ഇപ്പോൾ ടെക്നോളജിയുടെ വളരെ കൃത്യമായ ഉപയോഗമാണ് അൻഷിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നത്. +1, +2 പരീക്ഷകൾ, SSLC പരീക്ഷകൾ, ഈ പരീക്ഷകളൊക്കെ നമ്മുടെ നാട്ടിലെ കാഴ്ച പരിമിതിയുള്ള ഒരു വലിയ വിഭാഗം ആൾക്കാർ സ്ക്രൈബിനെ യൂസ് ചെയ്താണ് എഴുതുന്നത്. അൻഷി ഈ പൊതു പരീക്ഷകളൊക്കെ എഴുതിയത് എങ്ങനെയാണ്? ഞാൻ പൊതുപരീക്ഷകൾ എഴുതിയിരുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ആയിരുന്നു. നമ്മുടെ നോർമൽ എക്സ്റ്റേണൽ കീബോർഡൊക്കെ വെച്ചിട്ട്. പക്ഷെ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ സ്ക്രീൻ റീഡേഴ്സ് ഉണ്ട്. സോ ഇറ്റ് കുഡ് ഹെൽപ്പ് us have a control over our device. Screen readers like JAWS, NVDA,
ഈ സ്ക്രീൻ റീഡേഴ്സ് വെച്ചിട്ട് എനിക്ക് ഡിവൈസിൽ കുറച്ചുകൂടി നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ എഴുതുന്ന എന്തൊക്കെയാണെന്ന് അത് പറയും. ആഫ്റ്റർ ഐ എം ഡൺ വിത്ത് മൈ എക്സാംസ് ഈ ആൻസേഴ്സ് ഒക്കെ വുഡ് ബി പ്രിന്റഡ് ഔട്ട് ആൻഡ് ദേ വുഡ് ബി അറ്റാച്ച്ഡ് ടു ദ മെയിൻ ഷീറ്റ്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് വാസ് ഡൺ. ഓക്കെ, ഇപ്പൊ നിലവിൽ SSLC +1 +2 പരീക്ഷകൾ പൂർണ്ണമായും കമ്പ്യൂട്ടറിൽ എഴുതി കഴിഞ്ഞു. കോളേജ് തലത്തിൽ എന്താണ് അൻഷിയുടെ പദ്ധതി? കോളേജ് തലത്തിലും ഇതന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എന്റെ ഡിസയർ. നിലവിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ടോ ടു യൂണിവേഴ്സിറ്റി? ബി ഓണസ്റ്റ് നോ. ഞാൻ ഈ റിക്വസ്റ്റ് ആയിട്ട് അവർ അപ്രോച്ച് ചെയ്ത സമയത്ത് ലൈക്ക് സ്ക്രൈബിന് വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് they were kind of fascinated by what I had to say because ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വെഞ്ചർ, ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് വാസ് ബീങ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദി എക്സാമിനേഷൻ realm of this university. ഇതുവരെയായിട്ടും ഇറ്റ് ഹാസ് നെവർ ബിൻ ഡൺ ബിഫോർ എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കേണ്ടി വന്നു, ലൈക്ക് എസ്പെഷ്യലി ദ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ആസ് വെൽ ആസ് ഐ ഈവൻ ഗോട്ട് ദ ചാൻസ് ടു മീറ്റ് ദ വൈസ് ചാൻസലർ. അവരൊക്കെ ലൈക്ക് പറഞ്ഞു ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ നോവൽ ഐഡിയ and they said that they're going to do what it takes for this concept to be brought to light. So yeah. എന്തായാലും ഇത്തരത്തിൽ വിഷ്വലി ഇമ്പയർഡ് ആൾക്കാരുടെ ഓർഗനൈസേഷൻ പലപ്പോഴും നിങ്ങളെ കുറച്ചധികം എംപവർ ചെയ്യുന്നതിൽ വലിയ പങ്കുണ്ട്. ഇപ്പൊ പ്രോജക്ട് വിഷൻ, ചക്ഷുമതി അങ്ങനെയുള്ള കുറച്ച് ഓർഗനൈസേഷൻസ് അൻഷിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. Yes. അവരെ കുറിച്ച് പറയാം. So as for Project Vision, ഞാൻ 2014 ജോയിൻ ചെയ്തിരുന്നത്. ഐ ഡൊനേഷൻ, വിഷ്വലി ഇംപയർഡ് എംപവർമെന്റിനെ കുറിച്ചുകൂടി ഫോക്കസ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് പ്രൊജക്ട് വിഷൻ. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഐ വാസ് ടേൺഡ് ഇൻ ടു എൻ അംബാസിഡർ, നമ്മുടെ കേരളത്തിന്റെ അംബാസിഡർ ആയിട്ട്. സോ ഞാൻ മ്യൂസിക്കൽ പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് whenever I get the opportunity, I would always talk about like the importance of us being integrated into the mainstream and our issues or our grievances being addressed. Pinna boltane like how it is important provide people like us with the vision that is needed for us to see the world in a different but much more broader light. ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം പ്രൊജക്ട് വിഷൻ എനിക്ക് തരുന്നുണ്ട്. When it comes to ചക്ഷുമതി, ഞാൻ I guess around 8 years old ഞാൻ അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ സമയത്ത് അവരും എങ്ങനെയാണ് ടെക്നോളജിയുടെ സഹായത്താൽ ബ്ലൈൻഡ് പീപ്പിളിനെ മെയിൻ സ്ട്രീമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മുടെ ചക്ഷുമതി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ചക്ഷുമതി അങ്ങനെ കുറെ വെഞ്ചേഴ്സ് ഇപ്പോൾ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഐസ് ഫ്രീ സയൻസ് ക്യാമ്പ്. അതിലാണ് നമ്മൾ ആക്ച്വലി ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻട്രൊഡക്ടറി ക്യാമ്പ്സ്, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ things that could be explored and the potentials that like the talents or the dimensions of the technology or the integrations or like that could be explored by us. അതുമായിട്ടുള്ള കോൺസെപ്റ്റ്സ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ചക്ഷുമതി. ലൈക്ക് ഇപ്പോൾ ടെക്നോളജിയുടെ സഹായത്താലേക്ക് എക്സാം എഴുതാൻ പറ്റുകയും പിന്നെ അങ്ങനെയുള്ള കുറച്ചുകൂടി ഒരു മെയിൻ സ്ട്രീം സൊസൈറ്റിയായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ചക്ഷുമതി എനിക്ക് തന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ടു സേ. ഇപ്പോൾ നമ്മൾ ഉജ്ജ്വല ബാല്യ അവാർഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ, മറ്റേ ശ്രേഷ്ഠ ദിവ്യാംഗ ബാലിക അവാർഡ് കേന്ദ്ര സർക്കാരിന്റെ, ഈ ഒരു അവാർഡുകളിലേക്കൊക്കെ എത്തുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളും കൂടി. ഉജ്ജ്വല ബാല്യ അവാർഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ ലൈക്ക് ഫസ്റ്റ് വി ഹാഡ് നോ ഐഡിയ അബൌട്ട് ഇറ്റ്. മഞ്ചേരിയിൽ ആകാശവാണിയിൽ പ്രോഗ്രാം അവതരിപ്പിച്ച സമയത്ത് like they told me that there is something called Ujjwala Balyam and you have to apply to it. അപ്പോൾ അതിനുള്ള പ്രൊസീജിയർ മലപ്പുറത്തായിരുന്നു. ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. സോ വി ഹാഡ് ടു അറ്റൻഡ് ഇറ്റ്. അപ്പോൾ ഇന്റർവ്യൂവിലായിരുന്ന സമയത്ത് വി വുഡ് ബി കോൾഡ് ഇൻ. കളക്ടറേറ്റിലായിരുന്നു നടന്നിരുന്നത്. സോ അവിടെ ആപ്ലിക്കന്റിനെ ലൈക്ക് ഒറ്റക്കാക്കി ഇന്റർവ്യൂ ചെയ്യും. സോ ആ സമയത്ത് ലൈക്ക് അവരെന്നോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു അബൌട്ട് മീ, അബൌട്ട് മൈ ലൈഫ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ഡയലക്ട്സ് ഇതിനെ കുറിച്ചൊരു ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നു. അവർ പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഇസ് മച്ച് ബെറ്റർ ദാൻ ദി അമേരിക്കൻ ഇംഗ്ലീഷ്. ഞാൻ അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരുന്നു ആ സമയത്ത് ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഐ സ്റ്റിൽ ഫോളോസ് ഇറ്റ് ആൻഡ് ഐ സ്റ്റിൽ യൂസ് ഇറ്റ് ടു ടോക്ക് ടു പീപ്പിൾ. ആൻഡ് അതുകൊണ്ട് തന്നെ ലൈക്ക് ഞാൻ അമേരിക്കൻ ഇംഗ്ലീഷിനെ ഡിഫെൻഡ് ചെയ്യായിരുന്നു. അങ്ങനെ അമേരിക്കൻ ഇംഗ്ലീഷിനെ മേക്ക് ഫൺ ഓഫ് ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിന്റെ ഡിസഡ്വാൻറ്റേജസ് ഓർ how unattractive it could come across as അതിനെക്കുറിച്ചുള്ള ഒരു ഡിബേറ്റ് ഞാൻ പുട്ട് ഫോർവേഡ് ചെയ്തിരുന്നു. എൻ്റെ ഒരു ലൈക്ക് പെർസ്പെക്റ്റീവ് ആൻഡ് ഹൗ stubborn I was during that time and how I was able to express myself more. സോ ഇതായിട്ട് കൺസിഡർ ചെയ്തിട്ടായിരുന്നു അവർ എനിക്ക് അവാർഡ് തന്നത്. ടാലൻസിനായിട്ട് ബന്ധപ്പെട്ടിട്ടും
പിന്നെ ശ്രേഷ്ഠ ദിവ്യാംഗ് ബാലിക പുരസ്കാരാവുന്ന സമയത്ത് എന്റെ ഓൾ റൗണ്ട് പെർഫോമൻസ് ലൈക്ക് കമ്പ്യൂട്ടറിൽ എക്സാം എഴുതിയതും പിന്നെ എന്റെ മ്യൂസിക്കൽ ടാലൻസും ഇങ്ങനെ ഐഡന്റേഷൻ ആയിട്ടുള്ളതും ബ്ലൈൻഡ് എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഓർഗനൈസേഷൻസിലൊക്കെ ഞാൻ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടും ഡിഫറെന്റ് രാജ്യങ്ങളുടെ മ്യൂസിക് കേൾക്കുന്ന ഇഷ്ടമാണ്. ഈ മ്യൂസിക് എങ്ങനെ ഞാൻ എപ്പോഴും എന്റെ മ്യൂസിക്കിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ആൻഡ് ഹൗ മൈ ലിംഗ്വിസ്റ്റിക് നോളജ് ലൈക്ക് ഹൗ ഐ പുട്ട് ഇറ്റ് ടു യൂസ് അതൊക്കെ അവർ അനലൈസ് ചെയ്തിട്ടാണ് ഐ വാസ് ഓണേർഡ് വിത്ത് ദിസ് അവാർഡ്. സോ യാ. ഓക്കെ, നമ്മുടെ നേർവഴി എന്നുള്ള പരിപാടിയിൽ ഇതുപോലെ ഒത്തിരി കോളേജ് സ്റ്റുഡൻസ് ഒക്കെ നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഇവരിൽ പലരും നമ്മളോട് പങ്കുവച്ച പല കരിയർ ഗോൾസിലേക്ക് അവർ എത്തിപ്പെട്ടിട്ടുണ്ട്. അൻഷിയുടെ മനസ്സിൽ എന്താണ് കരിയറുമായി ബന്ധപ്പെട്ട്? As far as my career is concerned, ഒരു സിവിൽ സർവന്റ് ആവണം എന്നാണ് ആഗ്രഹം ഉള്ളത്. എനിക്ക് IFS ഓഫീസർ ആവണം എന്നാണ്. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ബി എത്ത് എക്കണോമിക് റിലേഷൻഷിപ്സ് ഇതൊക്കെ എന്താ കുറച്ചുകൂടി ഒരു ന്യൂ ഡിമെൻഷനിലേക്ക് എത്തിക്കുന്ന ഒരു ബിഗ് കമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ട് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുമാത്രമല്ല, മേ ബി ഇഫ് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഐ വുഡ് ഓൾസോ ലൈക്ക് ടു വെഞ്ചർ ഇൻ ടു ദി യുണൈറ്റഡ് നേഷൻസ് ആസ് വെൽ. എന്തായാലും അതിന് എല്ലാവിധമായ ആശംസകളും. നിലവിൽ ഇത്ര അധികം ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നു, ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, എസ്പെഷ്യലി വിഷ്വലി ഡിസേബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരോട് പറയുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ്സ് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിനെക്കുറിച്ച് പറയാം. It depends on the country that you are in. For example, there have been countries like USA and also Sweden. I've been able to talk to people from these countries. നമ്മുടെ ഇഷ്യൂസിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ ജസ്റ്റ് കാഷ്വലി സംസാരിക്കുമായിരിക്കും. ട്രാൻസ്പോർട്ടേഷനിൽ കുറച്ചുകൂടി ആക്സസിബിൾ ആണ്. നമ്മുടെ റോഡ് ക്രോസിങ്ങിനെ കുറിച്ചോ ആവട്ടെ എഡ്യൂക്കേഷൻ മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കാറുണ്ട് എന്നോട്. വെൻ ദേ ടോക്ക് അബൌട്ട് ഇറ്റ് ദേ ആസ്ക് മീ, ഞാൻ ലീവ് ചെയ്യുന്ന റീജിയനിൽ ഇങ്ങനെയുള്ളത് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് വി ഹാവ് ബിൻ നെഗ്ലക്റ്റഡ് എ ബിറ്റ് ആസ് ഫാർ ആസ് അവർ ഫെസിലിറ്റീസ് ഹാവ് ബിൻ കൺസേൺഡ്. മെയിൻ സ്ട്രീം എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഈവൻ ഇൻ ദർ സ്കൂൾസ് ലൈക്ക് ഈ നോർമൽ സ്കൂൾസ് തന്നെ എന്താ ഒരു സപ്പോർട്ട് കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് കമ്മ്യൂണിറ്റി ഉണ്ട് എന്നാണ് ബേസ്ഡ് ഓൺ മൈ ഇന്ററാക്ഷൻസ് അതാണ് എനിക്ക് അറിയാൻ പറ്റിയത്. പക്ഷെ നമുക്കും ഉണ്ട് ലൈക്ക് റിസോഴ്സ് ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ടെക്നോളജിക്കലി ഫെസിലിറ്റി വൈസ് പിന്നെ സപ്പോർട്ട് വൈസ് മെയിൻ സ്ട്രീം ഇന്റഗ്രേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിലും വി ഹാവ് നോട്ട് ബീൻ പ്രൊവൈഡഡ് വിത്ത് ദ ജസ്റ്റിസ് വി നീഡഡ് ഇൻ ദാറ്റ് കേസ്. എന്തായാലും നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പബ്ലിക് ആയിട്ടുള്ള ഇടങ്ങളിലൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിദ്യയുമായി ചേർന്ന് പോകുന്ന പുതിയ തലമുറയിലുള്ള ഒരുപാട് പേർക്ക് വലിയ പ്രചോദനമായി അൻഷി മാറും എന്നുള്ളത് തീർച്ചയാണ്. അൻഷിയുടെ വിലപ്പെട്ട സമയം ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് എത്തി നേർവഴിയിലൂടെ അൻഷിയുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ശ്രോതാക്കളോട് സംവദിച്ചു. നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ ഹാവിംഗ് മീ. മികച്ച NSS വോളണ്ടിയറിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ 1ാം വർഷ BA പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിനി ഫാത്തിമ അൻഷിയുമായി ദിലീപ് MK നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം സെവിൽ ജഹാൻ. നിർവഹണ സഹായം ശോഭ BT. നേർവഴി കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടി ആകാശവാണിയുടെ പ്രതിവാര പരിപാടി.